പക്ഷേ അതിലൊരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. വളരെ നടുക്കുന്ന ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി സെൻറ്റ് ജെയിംസ് ആശുപത്രിയുടെ മുന്നിലാണ്. ഒരു 6 മണി 6:30 കൂടിയിട്ട് ഇവിടെ കോടാലിയിൽ നിന്നുള്ള സിൽജോ ജോൺസി ദമ്പതികൾ അവരുടെ 2 മക്കളെ ഈ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവരുടെ സ്ഥലം എന്ന് പറയുന്നത് കോടാലി കടമ്പോട് പുളിഞ്ചോടിനടുത്താണ് താമസിക്കുന്നത്. ഈ സിൽജോ എന്ന് പറയുന്ന ചേട്ടൻ ടൈൽ പണിക്കാരനാണ്. ഭാര്യ ജോൺസി. അവർക്ക് 3 മക്കളാണ്. ഏഞ്ചൽ, അനോഷ്, അൽജോ. ഇവർ തലേ ദിവസം ഇവിടെ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാദറിൻ്റെ ജൂബിലി ആഘോഷം ഉണ്ടായിരുന്നു. ആ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വന്നതിന് ശേഷം അവക്കാഡ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ ഷെയ്ക്ക് ഇവർ വീട്ടിലിരുന്ന് ഉണ്ടാക്കി ഇവരെല്ലാവരും കൂടി കഴിച്ചു. അതിനുശേഷം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണിയായപ്പോൾ ഇതിൽ 2 കുട്ടികൾ എഴുന്നേറ്റ് അവർക്ക് വയറുവേദന എടുക്കുന്നു, മറ്റു കാര്യങ്ങൾ പറയുന്നു. ഈ മാതാപിതാക്കൾ ചുക്കുവെള്ളം അതുപോലെ തന്നെ ജീരകത്തിൻ്റെ വെള്ളമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഒരു 4 മണിയോട് കൂടി നോക്കുമ്പോൾ ഇതിൽ ഒരു കുട്ടിക്ക് അനക്കമില്ല. അങ്ങനെ ഇവർ 2 പേരും എടുത്ത് ഈ കുട്ടികളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നതിന് വേണ്ടി ബുള്ളറ്റിലിരുത്തി ഒരു കുട്ടിയെ ഫ്രണ്ടിലും മറ്റേ കുട്ടിയെ ഈ ജോൺസി എന്ന് പറയുന്ന വീട്ടമ്മ പിറകിലിരുത്തി കൊണ്ടുപോകുന്നു. കോടാലിയിലെത്തിയപ്പോഴാണ് ആംബുലൻസ് വരുന്നത്. ആംബുലൻസിൽ കയറ്റി സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് വരുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും ഈ 2ാമത്തെ കുട്ടി അൽജോ 8 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് അറിഞ്ഞത്. അതിനുശേഷം മൂത്ത കുട്ടിയും സീരിയസ് ആണ്. മൂത്ത കുട്ടിയെ അനോഷ് മൂത്ത കുട്ടിയെ ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥിതിവിശേഷം തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇതെന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചതെന്ന് പറയുന്നത്, ഇവർ കഴിച്ച ഭക്ഷണ വസ്തുക്കളൊക്കെ ഇതാണ് കഴിച്ചിട്ടുള്ളത്. ഈ ഷെയ്ക്കിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളും കഴിച്ചു എന്ന് പറയുന്നു. എന്തായാലും വളരെ ദുഃഖകരമായ വാർത്ത. ഈ 2 കുട്ടികളും ഈ ആൺകുട്ടികളായിട്ടുള്ള അനോഷും അതുപോലെ തന്നെ അൽജോയും കടമ്പോട് സ്കൂളാണ് പഠിക്കുന്നത്. മൂത്ത കുട്ടി ഏഞ്ചൽ വെള്ളിക്കുളങ്ങര സ്കൂളാണ് പഠിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഹോസ്പിറ്റൽ പരിസരത്ത് വളരെ വിഷമകരമായ സംഭവം. മാറത്തടിച്ച് നിലവിളിക്കുകയാണ് മാതാപിതാക്കൾ. ഇതെങ്ങനെയാണ് ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എന്തോ കാര്യങ്ങളൊന്നും ഇപ്പോഴും പിടികിട്ടിട്ടില്ല. ഫുഡ് പോയ്സൺ ആണോ മറ്റു കാര്യങ്ങളാണോ? ഇത് കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണാത്മകമായി പോകേണ്ടതുണ്ട്. പോലീസും മറ്റു സംവിധാനങ്ങളും ഇപ്പോൾ അന്വേഷണാത്മകമായ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ നിന്നും ജയഫേസിന് വേണ്ടി ജയജക്സ്. നന്ദി, നമസ്കാരം. ഇന്നലെ 5 മണിയായപ്പോ അച്ഛന്റെ 60-ാം തീയതിക്ക് പോയിണ്ടായിരുന്നു പപ്പ വീട്ടിട്ട്. ഏതച്ഛൻ്റെ? ജോസ് കാവുങ്ങൽ. അതിന് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. മറ്റേ അവൻ കഴിച്ചത് ചോറും ചിക്കൻ വറുത്തതും സലാഡും മാത്രം കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ തന്നെ 9 മണിയായി. അതിന് ചേട്ടൻ വന്നപ്പോ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതില് അവക്കാട ഇട്ടടിച്ച് ബൂസ്റ്റ് ഇട്ട് കപ്പലണ്ടി ഇട്ടിട്ടൊക്കെ അടിച്ച അതവര് കഴിച്ചിട്ടുള്ള. പിന്നെ അത് കഴിഞ്ഞ് 2 മണിയായപ്പോ വയറുവേദന വന്ന് അവന് കുറച്ച് വയറെടുത്ത് ഞാൻ ജീരക വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞിപ്പോ ഇവന് ആയോഷ് എന്ന് പറഞ്ഞവന് ശ്വാസം മുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് തുപ്പിക്കപ്പം പോലെ വന്നപ്പോ തുപ്പിക്കളഞ്ഞു. അതിന് മുഖം കഴുകി. അതിനവ കിടന്നപ്പോ അവന് കുഴപ്പമുണ്ടായില്ല. അപ്പോഴ പിന്നെ കുറെ കഴിഞ്ഞ് 4 മണി 4:15 ആയപ്പോഴാണ് ഇവന് വായെന്ന് പറയും വന്നത്. ഇപ്പൊ ആൽജോ എന്ന് പറഞ്ഞവന്റെ താഴെയുള്ളവന്. അത് കഴിഞ്ഞ് ഞാനിവിടെ ചേട്ടനെ വിളിച്ചു. 10-15 മിനിറ്റ് കഴിയുമ്പോൾ അവനെങ്ങാണ്ടായി. ചേട്ടൻ വീട്ടിലുണ്ട്. ആള് വേഗം ബുള്ളറ്റ് എടുത്ത് ആംബുലൻസ് പോടാനില്ലായിരുന്നു. ബുള്ളറ്റിൽ ആംബുലൻസിൽ അടുത്ത് കൊടുന്നു. അവിടെ നിന്ന് ഇവിടെ വരെ